പൊന്നെ കാർബ മേടിച്ച് കൊണ്ടുവന്ന് ഇട്ടിട്ട് പോയി. അവിടെ ഇറക്കൊന്നും പറഞ്ഞ് എന്റെ പൊന്നു പോവും. ഞാൻ ടാർബ മേടിച്ച് അമ്മച്ചിക്ക് കാണിച്ച പറയുന്ന മരിച്ചു പോയാ ഇപ്പൊ നടക്കുന്ന കണ്ടില്ല മക്കളെ. തുറന്നിരിക്കുന്നു, എനിക്ക് കാണത്തില്ല പോലെ. എന്റെ ഇതെടുത്ത് കാണിച്ചാൽ കുളത്തൂപ്പുഴ പഞ്ചായത്തിലെ ഡാലിക്കരിക്കം ആനക്കുളത്താണ് താമസിക്കുന്നത്. വനത്തൊരിയത്ത് വീട്. ഇത് അമ്മയ്ക്ക് ഈ കാഴ്ച പോയിട്ട് എത്ര വർഷമായി? എന്റെ കുഞ്ഞിലെ എന്നെ ജനിച്ച കാലം തൊട്ട്. പക്ഷെ ആയെങ്കിലും 5 മണി വരെ എവിടെയും പോവാൻ എനിക്ക്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ വീട്ടിൽ ഇരുന്ന് കറങ്ങാനേ പറ്റും. മുറ്റത്ത് ആരെങ്കിലും കൊണ്ടിറങ്ങി പോണം, അല്ലാതെ എന്തെങ്കിലും ആഹാരം ഉണ്ടെങ്കിൽ എടുത്ത് തരണം. അല്ലാതെ പിന്നെ എനിക്ക് ചായ ഏത് പകലെന്ന് അറിയത്തില്ല. ഈ കണ്ണുകൊണ്ടൊന്ന് ഓപ്പറേഷൻ ചെയ്തപ്പോ അവര് പറഞ്ഞ് കാഴ്ച കിട്ടത്തില്ല, നിങ്ങൾ ചെയ്യണ്ടെന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞു ആ ഒരു കണ്ണ് പോണെങ്കിൽ പോട്ട്, എന്നാലും ഒരു വീട്ടിൽ പോയി നമുക്ക് ഒരു തുള്ളി കഞ്ഞളം മേടിച്ച് കുടിക്കാം എന്നുള്ള രൂപത്തിൽ അത് ചെയ്തപ്പോ അത് ഒരു സങ്കലം വെട്ടാൻ ഞാൻ പടിയിടിച്ച് നടക്കുമായിരുന്നു. അങ്ങനെ പോവുകയും വരികയും ചെയ്യുമായിരുന്നു. പണ്ട് ഇത് കാലായി വെട്ടി പിടിച്ച കാലത്തുള്ള സ്വന്തമായിട്ട് ചെയ്ത വീടാണോ? ആ, കാറ്റടിച്ച് ആ പ്ലാസ്റ്റിക് മൊത്തം കീറിതാണ്ട വാരിയിട്ടേക്കുന്നു. മോനെ മേടിച്ച് വിട്ട് മടുത്ത് കുരങ്ങ് ചാടി 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 സീറ്റ് മൊത്തവും പൊട്ടി എല്ലാം തീർന്ന് ഇപ്പൊ ചോന്തൊലിച്ച് വരി. ഇതിനകത്ത് കയറി കിടക്കാൻ ഒക്കൂല. അവര് പറയുന്നത് ഒന്നും തരത്തില്ലെന്ന്. ഇറക്കി നിങ്ങളെ വിടയില്ലെന്ന്. 6-7 കൊല്ലം കഴിഞ്ഞു. ആൾക്കാരെ മാറ്റി കുറെ കൊണ്ടുപോയിട്ടുണ്ടല്ലേ. ഇവിടെ വീടില്ലാത്തവരെയാണ് ഇപ്പൊ പുതിയതായിട്ട് വന്ന സ്ഥലം മേടിച്ചവരെ കുറച്ചു പേർക്ക് പൈസയും കൊടുത്ത് അവർക്ക് വീടും മാളയവും ഉണ്ട്. ആ പേരെ മാറ്റി. മക്കളെ, ഞങ്ങൾ നരയിക്കുന്നത് ഇല്ല. പിന്നെ അപ്പൂപ്പനും ദൈവങ്ങളുമാണ് നമ്മളെ രക്ഷിക്കുന്നതും ഞങ്ങൾ പോണതും ഞങ്ങൾ വരുന്നതും. അമ്മയ്ക്ക് ഇപ്പൊ എത്ര വയസ്സുണ്ട്? 75 വയസ്സ് കഴിഞ്ഞ്. ഇപ്പൊ നമ്മുടെ ഈ ബുദ്ധിമുട്ടൊക്കെ എങ്ങനെയാണ് നമ്മളെ സഹായിക്കാൻ ആരുണ്ട്? ഇപ്പം അവത്തുള്ള ചെയ്ത് വ്യവച്ചുകൊണ്ട് തരും. മോളോ? മോളല്ല, ആങ്ങളേരെ ഭാര്യ. അവരിന്നലെ പറഞ്ഞ അമ്മയെന്ന് വേണം പറയാൻ. ഒരു മോനെ ഉള്ളായിരുന്നല്ലേ? ഒറ്റ ഒരു മോനെ ഉള്ളായിരുന്നു. മോനെ 2 മക്കളുണ്ട്. അവത്തളും വന്ന് നിൽക്കില്ല. മോൻ ഷോക്കേറ്റ് മരിച്ചു അല്ലേ? അങ്ങോട്ട് ഈ തടി എടുക്കുമല്ലോ, റബ്ബറിന്റെ തടി വിലക്ക് മേടിച്ച് മുറിക്കൂലേ. ആ, അബദ്ധം പറ്റി. അത് ശുഭരാത്രി അന്നാണ് മരിക്കുന്ന. 4 മണി ആവാറായി. ഒരു മോനെ ഉള്ളായിരുന്നു. ഒറ്റ ഒരു മോനെ. മോൻ മരിച്ചിട്ട് എത്ര വർഷമായി? മോൻ മരിച്ചിട്ട് 1 കൊല്ലം. നല്ലോണം നോക്കുമായിരുന്നല്ലേ? എന്റെ മോൻ നോക്കുമ്പോ അതാണ് പൊന്നു മക്കളെ പറയുന്നത്. മരിക്കുമ്പോ എത്ര വയസ്സുണ്ടായിരുന്നു? മരിക്കുമ്പോ 45 വയസ്സ്. പൊന്നെ കാർബ മേടിച്ച് കൊണ്ടുവന്ന് ഇട്ടിട്ട് പോയി. അവിടെ ഇറക്കൊന്നും പറഞ്ഞ് എന്റെ പൊന്നു പോവും. ഞാൻ ടാർബ മേടിച്ച് അമ്മച്ചിക്ക് കാണിച്ച പറയുന്ന തിക്തക്കുറവെന്നും പറഞ്ഞ് തുടങ്ങി മെഡിസിന് വരാതെ പറഞ്ഞിട്ട് പോയതാണ്. ദൈവമേ, എന്റെ പറ്റാതി പലാരം. ആ ഓർമ്മ നിങ്ങൾ പലാരം തന്നപ്പോ ബിസ്ക്കറ്റ് മേടിച്ചേ കൊണ്ടുവരുള്ളൂ. എനിക്ക് എന്തെങ്കിലും കൊണ്ടേ വരുള്ളൂ എന്റെ പൊന്നാരി. എന്റെ പൊന്നു പോലെ നാട്ടിൽ നിന്ന് നടക്കുന്നത് എന്തെല്ലാം നടക്കുന്നു പോലെ. എന്റെ പൊന്നാരി, എന്റെ പൊന്നു മോനെ, നിങ്ങൾ രാത്രി ഒന്ന് നോക്കി ഞാൻ എവിടെ കിടക്കുന്നു. ഞാൻ ഇവിടെ കിടക്കുന്നു. അടച്ചുറപ്പൊന്നുമില്ലല്ലോ. ആ, താണ്ടി ഇതെടുത്ത് അങ്ങോട്ട് ചാരിയിരിക്കും. ആണ്ടേ, ഇതെടുത്ത് ചാന വന്ന് അപ്പുറത്ത് കിടങ്ങിന്റെ അപ്പുറത്ത് നിൽക്കുമല്ലയോ? അതാണ് അമ്പലം. അതാണ് അമ്പലം. നമ്മുടെ അപ്പൂപ്പൻ കാത്തു രക്ഷിക്കുന്നു. അപ്പൂപ്പൻ നാടതുകൊണ്ടാവുന്നത്. അതുകൊണ്ട് അമ്മ ഇതുവരെ ഒരു വന്യമൃഗവും ഒന്നും ചെയ്തിട്ടില്ല. പണ്ട് നിങ്ങൾ പറഞ്ഞു കേട്ടാ മോനെ, ചെന്നിറങ്ങി മുട്ടൊക്കെ കടിച്ചു പറിച്ച് ഓരോ മനുഷ്യനെ കടിച്ചു പറിച്ചത് ഇവിടെയാണ്. കടുവയും പുലിയും എല്ലാം ഉണ്ട് ഇവിടെ. ഉണ്ടെന്ന് പറയണ്ട, കാണാം. ഇറങ്ങി വരും. മറ്റവര് വന്നിട്ട് പോയതും ആന പീന്ന് വിളിച്ചിട്ടാണ് പോയത്. അമ്മക്ക് ഈ മൃഗങ്ങളുടെ മണം കേൾക്കുമ്പോ അറിയാൻ പറ്റുമോ? ആന അമ്മക്ക് അങ്ങ് വരപ്പോഴേ അവിടെ വന്ന് കിടം കൊണ്ടാണ്ട് അപ്പുറത്ത് നിൽക്കും. കാവിനകത്ത് ഇറങ്ങിയിട്ട്. അതാണ് കാവ്, അമ്പലം പ്രതീക്ഷിച്ചിരിക്കുന്ന സ്ഥലം.
ഇന്ത്യയിലേക്ക് ഞാൻ പേപ്പർ കൊടുത്ത് തന്നെ ആരും കൊണ്ടു ചെന്നില്ല തിരുവനന്തപുരത്ത്. അപ്പൊ ഇവിടെ യാത്ര കിട്ടിയപ്പോഴത്തേക്ക് പോസ്റ്റുകാർ വന്ന് എടുക്കാമെന്ന്. അന്ന് എനിക്ക് കാഴ്ചയുണ്ട്. അതെടുത്ത് അവിടെ വെക്കാൻ പാടില്ല. കണ്ണിന്റെ കാഴ്ച പോയിട്ട് ഇപ്പം ഒരുപാട് വർഷങ്ങളായുള്ളൂ. കൊച്ചിലെ കാഴ്ച കുറവായിരുന്നു. കൊച്ചിലെ പിന്നെ 5 മണിക്ക് കാഴ്ചയില്ലായിരുന്നു. മാലക്കണ്ണായോണ്ട് ട്രീറ്റ് ചെയ്തിട്ട് മാറി. പിന്നെ ചൂട്ട് കെട്ടിക്കൊണ്ട് നടക്കാൻ പറയേണ്ട പകല് അങ്ങനെയൊക്കെ നടന്ന്. എന്നിട്ട് പിന്നെ ഈ പകലത്തെ കാഴ്ച ഉണ്ടല്ലേ, അങ്ങനെ അങ്ങ് നടന്ന് പിന്നെ എനിക്കൊന്നും കാണാനൊന്നും നോക്കൂല. ഒന്നിനും പോവാൻ പറ്റാതായി. അങ്ങനെ ആയി പിന്നെ കഷ്ടപ്പെട്ട് നമ്മളോ ഈ റേഷനൊക്കെ മേടിച്ച് അങ്ങനെ ആയി. ഇപ്പൊ എനിക്ക് തീർത്ത് കാഴ്ച കിട്ടിട്ട് 10 കൊല്ലമായി. നഷ്ടമായിട്ട് ഇപ്പൊ ആര് കണ്ടാലും എന്റെ കണ്ണിന് ഒരു കേടുമില്ല. കണ്ണിന് ഒരു കുഴപ്പമില്ല. പക്ഷെ നമുക്ക് ചെയ്ത് ഒരു കണ്ണാടിയെങ്കിലും വെച്ചാൽ ഇച്ചിരി കിട്ടിയ മക്കളെ ഒരു കണ്ണാടി വെച്ചാൽ ഇച്ചിരി കാഴ്ച കിട്ടുമെന്നും പറഞ്ഞോണ്ട് ഞങ്ങൾ ഗാൻ ചെയ്ത് നോക്കിയ പേപ്പർ കൊണ്ടുവച്ചേക്കുന്നത്. അത് ശരിയായില്ല. താങ്കളുടെ ഭാര്യയാണ് എല്ലാം തരുന്നത്. അമ്മയെ പോലെ നോക്കുക. വെള്ളം കോരിയാണോ ചോദിക്കുന്നത്. മോന്റെ ഭാര്യ മക്കളുണ്ട്, അവരൊന്നും നോക്കുന്നില്ല. മുളകാണ്ട അതിന്റെ കമ്പൊടിച്ചിട്ടേക്ക് ഇവിടെ ഈ ഫെൻസിങ് കിടക്കുന്ന ഭാഗത്തുനിന്ന് ആന ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. അതിന് ഇപ്പുറത്ത് വന്ന് നിൽക്കുമല്ലയോ ആന. ഇതൊക്കെ എടുത്ത് കളയും. അപ്പുറത്ത് കണ്ട് ചെമ്പഴത്തിന്റെ കമ്പ് കണ്ട ആനയെ ഒടിച്ചിട്ടേക്കുന്ന ഒടിച്ചിട്ടിട്ടാണ് അവിടെ നിന്ന് മുളയെടുത്തത്. ഈ ആന വരുമ്പോ അറിയാലോ. ആന അനങ്ങാതെ അല്ലല്ലോ വരുന്നത്. പട്ടികൾ കിടന്ന് കുറയ്ക്കും. അപ്പൊ നമ്മള് ശ്രദ്ധിക്കും. പട്ടികളാണ് നമ്മളെ ആന വരുന്ന അറിയിക്കുന്നത്. അതിനകത്ത് തന്നെ പുലി പറക്കിട്ട് പോയിട്ട് പിന്നെ കൊണ്ട് വന്ന് കിടക്കുക. അതൊക്കെ ദുരിതമായ ജീവിതമാണ്. കണ്ണ് കാണാൻ വയ്യെങ്കിൽ പിന്നെ മനുഷ്യന്റെ പ്രധാന കണ്ണാണല്ലോ. കണ്ണില്ലെങ്കിലേ മോനെ ജീവിച്ചിട്ടുണ്ടാവും. പിന്നെ നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് വിഷമം അന്നേരം വരുന്നത്. ഹൃദയം പൊട്ടാണ് മോനെ. ഞാൻ ഒരു നല്ലട ഞാൻ ഇരുന്ന് ജീവിച്ചോളല്ല, ഞാൻ കഷ്ടപ്പെട്ട് ജീവിച്ചോളാണ്. എനിക്ക് കേറാനും വിളക്ക് വെക്കാനും എല്ലാം കണ്ടു കുടിഞ്ഞ് എല്ലാം പോയി. സ്വന്തം അമ്മയെ പോലെ നോക്കുമല്ലേ, അതുകൊണ്ട് മാത്രമാണ് ഇപ്പൊ ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നത്. പിന്നെ എന്റെ കൂടപ്പുറപ്പ് കുഞ്ഞമ്മേരായിട്ട് മോളുണ്ട്. അത് ഒരു വീട്ടിൽ നിൽക്കുകയാണ്. അവളിപ്പൊ ഈ കണ്ണിന് വേണ്ടി ഈ ആളുകൾ കൊണ്ടുപോവാനായിട്ട് പിന്നെ കൂലി കൊടുത്തില്ല അവര്. അമ്മയുടെ കണ്ണ് സർജറി ചെയ്താൽ ശരിയാവും പറഞ്ഞിട്ടുണ്ടോ? 2 കണ്ണും ഓപ്പറേഷൻ ചെയ്ത്. അന്നേരം അവര് പറഞ്ഞു ഒന്നുകൂടെ കൊണ്ടുപോകണമെന്ന്. കണ്ണിന്റെ നരമ്പെല്ലാം ഗ്രഹിച്ചു പോയെന്ന് പറഞ്ഞു. എന്റെ പേര് മഞ്ജു. ചേച്ചിനെ ഇപ്പൊ കുറെ മോനും മരിച്ച് അണ്ണനും അങ്ങ് പോയതിനു ശേഷം ഞാൻ തന്നെ നോക്കുന്നത്, ആശുപത്രി കൊണ്ടുപോകുന്നതും വരുന്നതും എല്ലാം. എന്തൊരു കാര്യം ഇപ്പൊ കണ്ണ് ഓപ്പറേഷൻ കഴിഞ്ഞ് അത് ചെക്കപ്പിനെല്ലാം ഞാൻ തന്നെ കൊണ്ടുപോകുന്നു. പനിയായിട്ട് കിടന്നപ്പോഴും കൊണ്ടുപോകുന്നു. മെമ്പർമാര് വരുന്നത് ശരിയാക്കി തരാന്ന് പറയുന്നല്ലാതെ അവര് ഒന്നും ശരിയാക്കുന്നില്ല. ഇപ്പൊ കഴിഞ്ഞ ഞായറാഴ്ച എല്ലാരെയും വിളിച്ചു കൂട്ടി മന്ത്രിനെ കാണാൻ പോവാൻ തീയതി എടുക്കാന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഒരനക്കവും ഇല്ല. ആനയാണെങ്കിൽ അത് ശല്യം കാരണം ഒരു കമ്പ് വിറവിന് പോലും കയറിപ്പോവാക്കാത്ത സ്ഥിതിയായിരിക്കുന്നത്. ഇവിടെ വന്ന് ചക്ക വരച്ച് ഞാൻ ചോറും കൊണ്ടുവന്നപ്പോഴാണ് കണ്ടത്. ചേച്ചി ഇവിടെ അനങ്ങാതിരിക്കാനേ പറ്റുള്ളൂ. അല്ലാതെ ഞാൻ വിളിച്ച് വീട്ടിൽ കൊണ്ടുപോയി അവിടെ ചേച്ചി ഇവിടെ കിടക്കുള്ളൂ, അപ്പുറത്തൊന്നും കിടക്കൂല. ഇതിനകത്ത് ചക്ക മൊത്തവും കണ്ടിച്ചു കളഞ്ഞ, ഈ മുള ഒടിച്ചു കളഞ്ഞ ആന അതിലെയാണ് ഇഞ്ഞ് കയറി വന്നത്. എപ്പോഴും ആനയുണ്ടല്ലോ. എപ്പോഴും ആനയും കരടിയും എല്ലാം. ഒരുപാട് പേർക്ക് ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ സ്ഥലമാണല്ലോ പ്രകാശനൊക്കെ. ഇവിടെ ഇഷ്ടം പോലെ ഈ അടുത്തിടയ്ക്കാണ് പ്രകാശിന് പരിക്കേറ്റത്. പിന്നെ ഈ ചേച്ചിയുടെ ഒറ്റയ്ക്ക് നമ്മളെ വീട്ടിൽ വന്ന് കിടക്കാൻ പറഞ്ഞാൽ ചേച്ചി കിടക്കൂല, ഇവിടെ കിടക്കുള്ളൂ. ഈ വീട് മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞിരിക്കുകയാണ്. ഇത് നല്ല കാറ്റും മഴയൊക്കെ വരുമ്പോഴത്തേക്ക് ഞങ്ങൾ വന്ന് വിലക്കാരിയായിട്ട് വിളിച്ചോണ്ട് പോവുകയാണ് ചെയ്യുന്നത്. അല്ലാതെ വരത്തില്ല. പിന്നെ പകല് വന്ന ചേച്ചി എനക്ക് എപ്പോഴും വിലയും എടുക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു ചെയ്ത് കാണുമല്ലോ പോണ വഴിക്ക് അവിടെ വന്ന് ആഹാരം കഴിക്ക് ഇനി വരും. പാമ്പാണെങ്കിൽ അതിനപ്പുറം കിണറ്റി കിടന്ന ഒരു മീനിനെ 2-2.5 കിലോ ഒരു മീനിനെ തിന്നില്ല, കടിച്ചു വന്നു. അതുകൊണ്ട് ഇപ്പൊ വെള്ളം കോരി കുടിക്കാക്കൂല. കണ്ടില്ലായിരുന്നു നാറ്റം വെച്ച് കിടന്നു. എല്ലാ സൈസ് പാമ്പുകളും ഉണ്ട്. ഇപ്പൊ കരടി വരെ വീട്ടിന്റെ മുറ്റത്ത് വരാം. ഒരാഴ്ച ആവത്തെ. പുലി വന്ന ഒരു പട്ടീനെ കൊണ്ടുപോയി. ഇനി എപ്പോഴും ഇറങ്ങുന്നെന്ന് വെച്ചാൽ ഈ മറുതി വിട്ടതിന്റെ ശരി വരത്തുള്ളൂ. ഈ പട്ടികളുള്ളതുകൊണ്ട് അറിയാം ഒരേ മൃഗങ്ങൾ ഇറങ്ങി വരുമ്പോ. അറിഞ്ഞിട്ട് 5 വർഷം കഴിഞ്ഞു. വനം വകുപ്പ് പൈസ കൊടുത്ത് വിട്ടായിരുന്നെങ്കിൽ എവിടെങ്കിലും പോയി അവര് പൈസ കൊടുത്തത് പുറത്തുനിന്ന് വനത്തിന് നടുക്ക് വസ്തുവുള്ള കൃഷി നടത്തുന്നവര്. അവർക്ക് കൃഷിയൊന്നുമില്ല. അവർക്ക് പൈസകൾ കൊടുത്ത് അവര് പറഞ്ഞു 100 വർഷമായിട്ട് കിടക്കുന്ന ആർക്കും വനം വകുപ്പിന്റെ പൈസയോ ഒന്നുമില്ല. ഈ വി.ഡി. സതീഷിനെ ഞങ്ങൾ ഒരു നേരിട്ട് പോയി കണ്ടതാണ്. മുഖ്യമന്ത്രി ഇതിനു മുമ്പ് അന്ന് മുഖ്യമന്ത്രി അല്ല, പ്രതിപക്ഷ നേതാവായിരിക്കും. ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ പോയി കാണുന്നത്. അപ്പം അത് അവിടെ ചർച്ചയിൽ വെക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പറഞ്ഞു വിട്ടു. ഇനിയിപ്പൊ നമ്മള് പോകാനായിട്ടിരിക്കും. നമുക്ക് ഇത് എന്നിട്ട് ഈ പൊടി കൊച്ചുങ്ങളെ തന്നെ സ്കൂളിൽ പറഞ്ഞില്ലേ 2-3 പേര് കൂടി ചേർന്ന് സ്കൂളിൽ കൊണ്ടുവിടണം.
തിരിച്ചതേപോലെ 3 മണിയാകുമ്പോ പോയി വിളിച്ചോണ്ട് വരണം. ഇവിടെ നിന്ന് ഒരു ജോലിക്ക് നമ്മൾ ഇറങ്ങി പോകണമെങ്കിൽ 6 മണിയാകുമ്പോഴത്തേക്ക് കര ചെല്ലാൻ പറ്റും. ആനേനെ ഇതിനെ പഠിച്ച് ഞങ്ങൾ അങ്ങനെ കയറി പോകും. അതുകൊണ്ട് പണിക്ക് വെളിയിൽ പോകാൻ പറ്റത്തില്ല, രാത്രിയായ വരാനും പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ പണിക്ക് ഇവിടെ തൊഴിലുറപ്പ് ഉണ്ടാ, അതുമില്ല. ഇവിടെ ഫോട്ടോ എടുത്തെങ്കിലും തൊഴിലുറപ്പ് ചെയ്യാൻ പറ്റൂ, അത് ഇവിടെ കിട്ടൂല. സുരേഷ് ക്ഷേത്രമാണ്. ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴ പഞ്ചായത്തിലെ ഡാലിക്കരിക്കം ആനക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ്. നിങ്ങൾക്കറിയാം, ഡാലിക്കരിക്കം മാത്രക്കരിക്കം വനവാസികൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. വർഷങ്ങളായി ഒരു അമ്മച്ചി ദുരിതം അനുഭവിക്കുന്ന ഒരു വീടിന്റെ മുന്നിലാണ് നിൽക്കുന്നത്. വനത്തരിയത്ത് വീട്, രാധ എന്നാണ് പേര്. അമ്മയുടെ കാഴ്ച പോയിട്ട് വർഷങ്ങളായി. 2 കണ്ണിനും കാഴ്ചയില്ലാതെ ആനകളും വന്യമൃഗങ്ങളും വേയുന്ന വനത്തിന്റെ നടുവിലെ വീട്ടിൽ ഇങ്ങനെ താമസിക്കുന്ന ഒരമ്മ. ആനയും കടുവയും കാട്ടുപോത്തുമെല്ലാം വീട്ടിന്റെ മുറ്റത്ത് വരും. ജീവിക്കാൻ ഒരു നിർവാഹവുമില്ല. ഏക മകൻ മരിച്ചുപോയി. അമ്മയുടെ ആങ്ങളയുടെ ഭാര്യ നാത്തൂനാണ് എല്ലാ സഹായവും അമ്മയെപ്പോലെ ഇന്ന് ചെയ്തു കൊടുക്കുക തൊട്ടടുത്ത വീട്ടില്. അങ്ങനെ ദുഃഖം അനുഭവിക്കുന്ന അമ്മയുടെ ദുരിതമാണ്. ഇവിടെ പഞ്ചായത്ത് മെമ്പർമാരുണ്ട്, ജനപ്രതിനിധികളുണ്ട്. വനത്തിൽ താമസിക്കുന്ന ഒരു അമ്മയാണ്. കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴയിലെ ഡാലിക്കരിക്കം ആനക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ്. സഹായിക്കാൻ താല്പര്യമുള്ളവർക്ക് സഹായിക്കാം. പ്രധാനമായും സർക്കാരാണ് ഇതിന്റെ ഒരു നടപടി എടുക്കേണ്ടത്. അമ്മയ്ക്ക് നീതി കിട്ടണം എന്നാണ് പറയുന്നത്. ഞങ്ങളെ കൈവിടിയില്ലേ? ഇല്ല, നമ്മുടെ പുതിയ മന്ത്രി, വനം വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ കൊല്ലക്കാരനാണ്. കക്ഷിയുടെ ശ്രദ്ധയിൽപ്പെടുത്താം. എന്തായാലും അദ്ദേഹം നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു മന്ത്രിയായിട്ട് നേരത്തെ പ്രവർത്തിച്ച ആളാണ്. അമ്മയ്ക്ക് തീർച്ചയായിട്ടും ഈ ഷിബു ബേബി ജോണിന്റെ ശ്രദ്ധയിൽപ്പെട്ടാൽ എന്നല്ല, പെടുത്തും. വനവാസികളുടെ കഷ്ടപ്പാടുകൾ, ദുരിതങ്ങളൊക്കെ നമ്മുടെ ഗ്രീൻ മീഡിയ വിഷൻ ചാനൽ വഴി ഒരുപാട് നിങ്ങൾക്ക് തരുന്നുണ്ട്. പക്ഷെ നമ്മൾ ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും ഓരോ പ്രശ്നങ്ങളാണ്. ഒരു ദുരിതം കാണുമ്പോൾ അതിനേക്കാളും വലിയ ദുരിതം മറ്റൊന്നാണ്. വീണ്ടും വൻ ദുരന്തങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ പറയുന്നത്, ഈ മഞ്ജു ചേച്ചി പറഞ്ഞു, അമ്മ പറഞ്ഞ കണക്ക് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ അദ്ദേഹത്തെ പോയി കണ്ടു, കാര്യങ്ങൾ പരിഹരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയായി, കാര്യങ്ങൾ പരിഹരിക്കുമായിരിക്കും. വീണ്ടും പറയാനുള്ളത്, കൊല്ലത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഷിബു ബേബി ജോൺ വനം വകുപ്പ് മന്ത്രിയാണ്. വനവാസികളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ വളരെ കാര്യക്ഷമമായി അദ്ദേഹം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തവണ മന്ത്രിസഭയിൽ വനം വകുപ്പ് ചോദിച്ചു വാങ്ങി വനം വകുപ്പ് മന്ത്രിയായത്. ആ ഒരു പ്രതീക്ഷയിലാണ് ഇപ്പൊ ഇവിടെ നിൽക്കുന്ന ചേച്ചിയും രാധ അമ്മയുമൊക്കെ. നല്ല രീതിയിലുള്ള നടപടി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഈ ഗ്രീൻ മീഡിയ വിഷൻ ചാനൽ വഴി പ്രേക്ഷകരിലേക്ക് ഈ വിഷയങ്ങൾ എത്തിക്കുന്നത്. നടപടി ഉണ്ടാവേണ്ടതുണ്ട്. അല്ലെങ്കിൽ വീണ്ടും ഈ വിഷയവുമായി ചാനൽ വഴി പ്രേക്ഷകരിലേക്കും അധികാരികളിലേക്കും എത്തിക്കൊണ്ടേയിരിക്കും. ഇതുപോലെ മറ്റൊരു കാഴ്ചയുമായി വീണ്ടും എത്താം.